ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതായത് പാഴ്സിംഗ് മെത്തേഡ്സ്. രണ്ട് ടൈപ്പ് പാഴ്സിംഗാണ് നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഒന്ന് ടോപ്പ് ഡൗൺ പാഴ്സിങ്ങും പിന്നെ ഒന്ന് ബോട്ടം അപ്പ് പാഴ്സിങ്ങും. അതായത് ഈ ടോപ്പ് ഡൗണിലും ബോട്ടം അപ്പിലും തന്നെ നമ്മൾ വേറെ പല മെത്തേഡ്സ് നമ്മൾ അതിനുള്ളിൽ തന്നെ പാഴ്സിങ്ങിന് വേണ്ടിയിട്ട് പല ടൈപ്പ് പാഴ്സിംഗ് മെത്തേഡ്സ് നമ്മൾ അതിനുള്ളിൽ പഠിക്കുന്നുണ്ട്. ടോപ്പ് ഡൗൺ മെത്തേഡ്സ് തന്നെ ഒന്നിൽ കൂടുതലുണ്ട്, അതുപോലെ ബോട്ടം അപ്പ്. അപ്പോൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡ്സിനെയും ബോട്ടം അപ്പ് പാഴ്സിംഗ് മെത്തേഡ്സിൻ്റെയും ഒരു ബ്രോഡർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ പാഴ്സിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ടോപ്പ് ഡൗൺ പാഴ്സിംഗ് ആൻഡ് ബോട്ടം അപ്പ്. ഇനി ടോപ്പ് ഡൗണിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് അതിൽ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ്, സെക്കൻഡ് ഈസ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. ഈ പ്രെഡിക്റ്റീവ് പാഴ്സിങ്ങിന് തന്നെ രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് റിക്കേഴ്സീവ് വേർഷനും ഒന്ന് നോൺ റിക്കേഴ്സീവ് വേർഷനും. ഇനി ബോട്ടം അപ്പ് പാഴ്സിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിംഗ് എന്ന് പറയാം. അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഫോർ ബോട്ടം അപ്പ് പാഴ്സിംഗ്. ഇനി ഷിഫ്റ്റ് റെഡ്യൂസ് മെത്തേഡ്സ് തന്നെ നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന 4 മെത്തേഡ്സ് ഉണ്ട്, 4 ടൈപ്പ് ഓഫ് പാഴ്സിംഗ്. ഇതിൽ ഫസ്റ്റ് 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്കതെല്ലാം LR പാഴ്സിംഗ് മെത്തേഡ്സ് ആണ്. LALR, കാനോണിക്കൽ ആൻഡ് SLR പാഴ്സിംഗ്. ഇത് മൂന്നും LR പാഴ്സിംഗ് മെത്തേഡ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാഴ്സിംഗ്. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഈ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡ്സ് മാത്രമാണ് പഠിക്കുന്നത്, അതായത് ഈ രണ്ട് പാഴ്സിംഗ് മെത്തേഡ്സ് മെയിൻലി റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ്ങും പ്രെഡിക്റ്റീവിൻ്റെ റിക്കേഴ്സീവ് ആൻഡ് നോൺ റിക്കേഴ്സീവ് വേർഷൻസ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നുള്ളൂ. ഈ ഒരു ബോട്ടം അപ്പ് പാഴ്സിംഗ് മെത്തേഡ്സ് നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിലായിരിക്കും പഠിക്കുക. ഇനി ഫസ്റ്റ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ പേരിൽ തന്നെയുണ്ട്, നമ്മൾ പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള നമ്മളുടെ ടാസ്ക് പാഴ്സിങ്ങിൻ്റെ. അപ്പോൾ പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രീയുടെ റൂട്ടിൽ നിന്നായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം റൂട്ട് നോഡ് കൺസ്ട്രക്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ചൈൽഡ് നോട്ട്സിനെ കൺസ്ട്രക്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ചൈൽഡ് നോട്ട്സ് ആ ഒരു ഫോമിൽ റൂട്ടിൽ നിന്ന് ലീഫിലേക്കായിരിക്കും നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡ് യൂസ് ചെയ്യുമ്പം നമ്മുടെ പാഴ്സ് ട്രീയുടെ കൺസ്ട്രക്ഷൻ നടക്കുക. അപ്പോൾ ടോപ്പ് ഡൗൺ പാഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാഴ്സ് ട്രീയിലെ ഒരു പ്രീ ഓർഡർ ട്രാവേഴ്സിലാണ് ടോപ്പ് ഡൗൺ പാഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി വ്യൂഡ് ആസ് ഫൈൻഡിങ് എ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഫോർ ആൻ ഇൻപുട്ട് സ്ട്രിങ്. നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ നമ്മളതിലുള്ള ഗ്രാമർ ഉപയോഗിച്ച് അതിനൊരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ അനലോഗസ് ആയിട്ടായിരിക്കും നമ്മളുടെ പാഴ്സ് ട്രീയിലെ പ്രൊഡക്ഷൻസ് നമ്മൾ ആ ട്രീയിൽ നമ്മൾ വരയ്ക്കുക. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് റീപ്ലേസ്മെൻറ്റ് കീപ്പ് ചെയ്യണം. നമ്മൾ ഡെറിവേഷൻ നമ്മൾ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഴുതുകയാണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ റീപ്ലേസ്മെൻറ്റ്സ് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ഈ പാഴ്സിംഗ് മെത്തേഡിൽ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡിൽ നമ്മൾ പാഴ്സ് ട്രീ വരച്ച് കഴിയുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന റീപ്ലേസ്മെൻറ്റ് അതേ ഓർഡറിലായിരിക്കും. ഇനി ഈ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് മെത്തേഡ്സിൽ നമുക്ക് ചിലതിൽ ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ആവശ്യം വരും. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി, പക്ഷേ പാഴ്സിംഗ് പ്രൊസീഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ്ലി അപ്ലൈ ചെയ്ത ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ തെറ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് അതിന് വേറെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് പാഴ്സിംഗ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മെയിനായിട്ട് 2 categories ഓഫ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ഫസ്റ്റ് വൺ ഈസ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് ആൻഡ് സെക്കൻഡ് ഈസ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണാണ് നോക്കുന്നത്, റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ്. അപ്പോൾ ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിൻ്റെ ഏറ്റവും ജനറൽ ആയിട്ടുള്ള വേർഷനാണ് ഈ റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് മേക്കിംഗ് റിപ്പീറ്റഡ് സ്കാൻസ് ഓഫ് ദ ഇൻപുട്ട്. അപ്പോൾ ഒന്ന് നമ്മളൊരു ഇൻപുട്ട് നോക്കി ഇൻപുട്ട് സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്തു, ഒരു പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിലൊരു ഇൻപുട്ട് സിമ്പിൾ പ്രോസസ്സ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി, പക്ഷേ രണ്ടാമത്തെ ഇൻപുട്ട് സിമ്പിളിൽ അടുത്ത ഇൻപുട്ട് സിമ്പിൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത പ്രൊഡക്ഷനുമായിട്ട് നമുക്ക് മാച്ച് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് നമ്മളിപ്പോൾ ആ സ്കാൻ ചെയ്ത പോർഷൻ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് വന്ന് അടുത്ത ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ കൊടുത്ത് വീണ്ടും ഒന്നും കൂടി അവിടെ മുതലേ സ്കാൻ ചെയ്യണം. അപ്പം റിപ്പീറ്റഡ് സ്കാൻ ഓഫ് ഇൻപുട്ട് നമുക്ക് അവിടെ ആവശ്യം വരും ഇൻ ദ കേസ് ഓഫ് ബാക്ക് ട്രാക്കിംഗ്. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് പാഴ്സേഴ്സ് അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല, അത് മാത്രമല്ല അവർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുമാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറേ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ കുറേ പ്രൊസീജിയേഴ്സിൻ്റെ കളക്ഷൻ ആയിട്ടായിരിക്കും ഈ പാഴ്സർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ നോൺ ടെർമിനലും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു നോൺ ടെർമിനൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊസീജിയർ, അപ്പോൾ ആ പ്രൊസീജിയറിനുള്ളിൽ ആ ഒരു നോൺ ടെർമിനലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടോ അതിനെപ്പറ്റിയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ആ പ്രൊസീജിയറിൻ്റെ കോഡിനുള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഒരു പ്രൊഡക്ഷൻ റോളിൽ നമുക്ക് എസ് ഗിവിങ് എയും ഉണ്ട്, എസ് ഗിവിങ് ബിയും ഉണ്ട്. അപ്പോൾ എസ് ഗിവിങ് എ നമ്മൾ ഉപയോഗിച്ചു, പക്ഷേ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് എസ് ഗിവിങ് ബി ഉപയോഗിച്ച് അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ പാഴ്സ് ട്രീ കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിംഗ് മെത്തേഡ്. എക്സാമ്പിൾ പറയുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്, 2 നോൺ ടെർമിനൽസ് ക്യാപിറ്റൽ എസ് ആൻഡ് എ. അപ്പോൾ എസ് ഗിവിങ് CAD. ഇതിൽ സിയും ഡിയും ഈ എയും ബിയും എല്ലാം ടെർമിനൽസ് ആണ്, ക്യാപിറ്റൽ ആയിട്ടുള്ള എസും എയും ആണ് നോൺ ടെർമിനൽസ്. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഇൻപുട്ട് സ്ട്രിങ് തന്നേക്കുന്നത് CAD. ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കി, ഈ സ്റ്റാർട്ട് സിമ്പിൾ എസ് ആണ്, അപ്പോൾ എസ് എന്നല്ല നമുക്ക് പ്രോസസ്സിങ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്കുള്ള പോയിന്റർ ഇപ്പോൾ C എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിമ്പിളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട്
സിമ്പിൾ എസ് ആയതുകൊണ്ട് എസ്സിൽ നമ്മൾ പാർസ് ട്രീ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എസ്സിൽ നിന്ന് ആകെ ഒറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ, ഓൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ എസ്സിൽ നമുക്ക് അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ എസ്സിൽ നിന്ന് സി, എ ആൻഡ് ഡി, അപ്പോൾ ഒരു ലെവൽ ഓഫ് ചൈൽഡ് നോട്ട്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ റൂട്ടിൽ നിന്ന് അതിൻ്റെ 3 ചൈൽഡായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ സിമ്പിൾസ് ഓരോന്നോരോന്നായിട്ട് എഴുതി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സിമ്പിളും നമ്മൾ ഈ പാർസ് ട്രീയിലെ ഫസ്റ്റ് ലീഫും തമ്മിൽ നമ്മൾ മാച്ച് ഉണ്ടോ നോക്കുക. ഇൻപുട്ട് പോയിൻ്റർ ഇപ്പോൾ നിൽക്കുന്നത് സിയിലാണല്ലോ. നമ്മളുടെ ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ലീഫ് എന്ന് പറയുന്നതും സി ആണ്. ഇപ്പോൾ രണ്ടും തമ്മിൽ മാച്ച് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്യാം. അഡ്വാൻസ് ചെയ്ത് എവിടെ എത്തി, അടുത്ത എ എന്ന് പറയുന്ന സിമ്പിളിലെത്തി. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാമറിൽ കാണുന്നത് ഒരു നോൺ ടെർമിനൽ എ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഫർദർ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എയുടെ കേസിലാണെങ്കിൽ നമുക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക എന്നുള്ളത് ആദ്യം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എക്ക് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എ, ബി. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ചിൽഡ്രൻസിനെ കൂടി നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇൻപുട്ട് പോയിൻ്റർ നിൽക്കുന്നത് സ്മോൾ എയിലാണ്. ഇവിടുത്തെ നെക്സ്റ്റ് ലീഫ് ഏതാണ്, ഇപ്പോൾ സിയും തമ്മിൽ മാച്ച് കിട്ടി. നെക്സ്റ്റ് കാണുന്ന ലീഫ് ഈ സ്മോൾ എ ആണ്. ഈ സ്മോൾ എയും ഇൻപുട്ട് സ്ട്രിങ്ങിലെ എയും കൂടെ നോക്കുമ്പോൾ അവിടെയും നമുക്ക് മാച്ച് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയിൻ്റർ ഒന്നും കൂടി അഡ്വാൻസ് ചെയ്തു. പോയിൻ്റർ ഇപ്പോൾ ഇവിടെ എത്തി, ഡിയിലെത്തി. ഇനി അടുത്ത ലീഫ് ഏതാണ്, ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് ലീഫ് ഈസ് ബി. ഈ ബിയും ഈ ഡിയും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് മാച്ച് കിട്ടില്ല. അപ്പോൾ മിസ് മാച്ച് ഉണ്ടായി. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഈ അപ്ലൈ ചെയ്ത പ്രൊഡക്ഷൻ നമ്മളുടെ പാഴ്സിങ്ങിനെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ട്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്ക് ഈ എ ബി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. തിരിച്ച് വീണ്ടും പോയിട്ട് എക്ക് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ ബാക്ക് ട്രാക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ തന്നെ നമ്മൾ ഈ പോയിൻ്റർ ഇപ്പോൾ ഡിയിലാണല്ലോ എത്തിയിരുന്നത്, അത് വീണ്ടും തിരിച്ച് എവിടെ എത്തിക്കണം, നമ്മൾ എയിലേക്ക് എത്തിക്കണം. വീണ്ടും ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ഈ എയും ഈ ബിയുമാണ് നമ്മൾ പാഴ്സിങ് കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ആ 2 സ്ട്രിങ്ങിനെ വീണ്ടും നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടി വരും യൂസിങ് സം അതർ ഓൾട്ടർനേറ്റീവ് ഓഫ് എ. അപ്പോൾ ഇവിടെ ഡിക്കും ബിക്കും മാച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുന്നു. ബാക്ക് ട്രാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എക്ക് നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളത് നോക്കി. അപ്പോൾ സ്മോൾ എ ആണ് അടുത്ത ഓൾട്ടർനേറ്റീവ്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തു. എക്ക് സ്മോൾ എ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിമ്പിളിൽ നിന്നാണ് പ്രോസസ്സിങ് തുടങ്ങുക. അപ്പോൾ ഈ സ്മോൾ എ നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തിരുന്നു സക്സസ്ഫുള്ളായിട്ട്. പക്ഷേ അത് ഈ ക്യാപിറ്റൽ എയുടെ പ്രൊഡക്ഷൻസ് ഉപയോഗിച്ചായിരുന്നു ചെയ്തത്. പക്ഷേ അതിൻ്റെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തു, ഇത് സക്സസ്ഫുൾ ആയില്ല എന്നുള്ള ഇതിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. എയും ബിയും വന്നാലേ ഉള്ളൂ നമുക്കത് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ട് പോയിൻ്ററിനെ നമ്മൾ എന്തുമാത്രം ഈ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിച്ച് കടന്നു പോകുന്നു അത്രയും പോർഷൻ തിരിച്ച് നമ്മൾ ഇൻപുട്ട് പോയിൻ്ററിനെ കൂടെ മൂവ് ചെയ്യിക്കുക. അപ്പോൾ ഇൻപുട്ട് പോയിൻ്ററിനെ വീണ്ടും നമ്മൾ എയിലേക്ക് എത്തിച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ക്യാപിറ്റൽ എക്കുള്ള പ്രൊഡക്ഷൻ സ്മോൾ എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് പ്ലേസ് ചെയ്ത് പാഴ്സ് ട്രീ വരച്ചു. ഇനി പോയിൻ്റർ നിൽക്കുന്നതും നെക്സ്റ്റ് ലീഫും കൂടെ നോക്കി. അപ്പോൾ 2 എക്ക് മാച്ച് കിട്ടി. നെക്സ്റ്റ് പോയിൻ്റർ ഒന്നുകൂടി അഡ്വാൻസ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്തി, ഡിയിലെത്തി. അടുത്ത ലീഫായിട്ട് നോക്കി, അപ്പോൾ അവിടെയും മാച്ച് കിട്ടി. സോ ദാറ്റ് മീൻസ് നമുക്കവിടെ പാഴ്സ് ട്രീ സക്സസ്ഫുൾ ആയിട്ട് കിട്ടി. സോ ലെഫ്റ്റ് എ സെക്കൻഡ് സിമ്പിളിനെ മാച്ച് ചെയ്യും. അതുപോലെ അപ്പുറത്തുള്ള ലീഫ് ഡി നമ്മൾ തേർഡ് സിമ്പിളിനെ മാച്ച് ചെയ്യും. സോ നമ്മൾ പാഴ്സ് ട്രീ ഈ പർട്ടിക്കുലർ ഇൻപുട്ട് സ്ട്രിങ്ങിന് വേണ്ട പാഴ്സ് ട്രീ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. നമ്മളവിടെ ഹോൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് അനൗൺസ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പാഴ്സിങ്. അപ്പോൾ ഇതാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്ത് അതിൽ നമുക്ക് പാഴ്സിങ് സക്സസ്ഫുൾ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് അതിന് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ്ങിൻ്റെ ബേസിക്. ഇനി അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ നെക്സ്റ്റ് ഇവിടെ പറയുന്നത്. എ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ ക്യാൻ കോസ് എ റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സർ ടു ഗോ ഇൻ ടു ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. അപ്പം നമ്മളുടെ ഗ്രാമർ ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണെങ്കിൽ, ഇപ്പോൾ എ ഗിവിങ് എ എന്നുള്ള ഫോമിലുള്ള ഇപ്പോൾ എ ഗിവിങ് ക്യാപിറ്റൽ എ സ്മോൾ ബി ആണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് കരുതുക. അപ്പോൾ എ നമ്മൾ എപ്പോഴൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു അപ്പോഴെല്ലാം വീണ്ടും എന്ത് വരും, ഇവിടെ ഒരു ക്യാപിറ്റൽ എ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ ആണെങ്കിൽ എ ഗിവിങ് എ ആൽഫ ഫോമിലാണ് നമുക്ക് പ്രൊഡക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ എ ഗിവിങ് എ എന്നുള്ള ഫോമിലാകുമ്പം ഓരോ പ്രാവശ്യവും ലെഫ്റ്റിലെ എ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുമ്പം വീണ്ടും അവിടെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് എ വീണ്ടും അവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ എ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ പാഴ്സറിൽ നമുക്കത് ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് പോകും. സോ വെൻ വി ട്രൈ ടു എക്സ്പാൻഡ് എ നോൺ ടെർമിനൽ എ, we may eventually find ourselves again trying to expand A without having consumed any input. ഇപ്പോൾ എ ഗിവിങ് എ ആൽഫ ഫോമിലുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ ഫസ്റ്റ് ലെഫ്റ്റിലുള്ള എ നമ്മൾ റീപ്ലേസ് ചെയ്തു, റൈറ്റിലെ എ നമ്മൾ കീപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ റൈറ്റിലേക്ക് ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാഴ്സിങ്ങിന് മുമ്പ് നമ്മളുടെ ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമറിലെ ആ ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ
അൽഗോരിതംസ് അല്ലെ മെത്തേഡ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്പ് ലെഫ്റ്റ് റിക്കേഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് റിക്കേഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ലെഫ്റ്റ് റിക്കേഷനും ഉണ്ട്. അതിൽ ഏത് ടൈപ്പാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് റിക്കേഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് ആ ഗ്രാമറിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പാഴ്സിങ് ചെയ്യാൻ. അപ്പോൾ അതാണ് റിക്കേഴ്സീവ് ഡിസൈൻ പാഴ്സിങ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ പാഴ്സിങ് മെത്തേഡാണ്. ബാക്ക് ട്രാക്കിങ് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. So that's all of recursive decision parser. Thank you.